ഫെബിനയും വീട്ടുകാരും അവിടെ നിന്നും പോയി മറഞ്ഞതോടെ ഹാളിലേക്ക് വന്ന ഷാഫി ഡോർ അടച്ചും കൊണ്ട് ചോദിച്ചു, നമ്മൾ മാത്രം സംസാരിച്ച, നമ്മൾ മാത്രം അറിയാൻ പാടുണ്ടായിരുന്ന ഈ വീട്ടിലെ സംസാരം അവൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഉമ്മ പറഞ്ഞു, അതാണ് എനിക്കും അറിയാത്തത്. ഇവിടെയുള്ള ആരെങ്കിലും പറയാതെ അവളക്കാര്യം അറിയില്ല. നീ വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഞാൻ സജീറിനോട് പറഞ്ഞിരുന്നു, പക്ഷേ അവൻ ആരോടും പറയില്ല. അതെനിക്കുറപ്പാണ്. അതൊന്ന് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞ് ഷാഫി അപ്പോൾ തന്നെ അവനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഫോൺ വെച്ചു. സജീർ ആരോടും ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ആര് പറഞ്ഞു? ഇനി ഇവിടെയുള്ള ആരെങ്കിലും അവളോട് പറഞ്ഞു എന്നിരിക്കട്ടെ, ഞാനതറിഞ്ഞാൽ ആരായാലും എനിക്കതിന് മറുപടി തരേണ്ടി വരും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തുപാടി നടക്കരുത്. എല്ലാവരെയും മുന്നിൽ വെച്ചാണ് സുറുമിത്തെ അവൾ അപമാനിച്ചത്. അവൾക്കത് പറഞ്ഞു കൊടുത്തവർ ആരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാതെ നോക്കണം. എനിക്കിവിടെ എല്ലാവരെയും വിശ്വാസമാണ്. എന്നാലും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഷാഫി ആരുടെയും മുഖത്ത് നോക്കാതെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും അതിലവൻ പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. വെറുപ്പിച്ചാൽ ആരാണെന്നും എന്താണെന്നും നോക്കാതെ പെരുമാറുന്ന സ്വഭാവമാണ് അവൻ്റേത്. സ്നേഹിച്ചാൽ അവനെപ്പോലെ ഒരാളെ മകനായും ആങ്ങളയായും ലഭിക്കാൻ ആരും കൊതിക്കുകയും ചെയ്യും. ഫെബിനെയും കുടുംബവും ഇപ്പോൾ കണ്ട ഷാഫിയല്ല യഥാർത്ഥത്തിൽ അവനെന്നുള്ളത് അവനെ അടുത്തറിയുന്നവർക്ക് മാത്രമായിരിക്കും അറിയുന്നുണ്ടാവുക. കാരണം ഷാഫിയെപ്പോലെ ചിന്തിക്കുന്നവർ വളരെ കുറച്ചു പേര് മാത്രമേ ഈ ദുനിയാവിൽ തന്നെ കാണൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആർക്കും നൽകാത്ത പലതും പടച്ചോൻ അവന് നൽകിയതും അതവനും പടച്ചവനും അറിയാവുന്ന രഹസ്യമാണെന്ന് മാത്രം. ജ്യേഷ്ഠൻ അജ്മൽ പറഞ്ഞു, ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നിനക്കിനി അവളെ തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഒരു പരീക്ഷണം നടത്തി വിജയിക്കുമോ എന്ന് നോക്കാൻ. ഇത് മറ്റുള്ള കാര്യങ്ങൾ പോലെയാണോ? ഇത് ദാമ്പത്യമാണ്. തുടക്കത്തിൽ തന്നെ കണ്ട ആ സംസാര രീതി നോക്കൂ. അവളെങ്ങനെയാണ് അതൊന്ന് മാറ്റിയെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതെൻ്റെ മാത്രം വിധിയാണ്. എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. സുറുമിത്ത പറഞ്ഞ അന്നേനെ ഞാനിത് ആരോടും അഭിപ്രായം ചോദിക്കാതെ ഒഴിവാക്കണമായിരുന്നു. പടച്ചോൻ തോന്നിപ്പിക്കണ്ടേ? അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, സുറുമിക്ക് ഇത്രയ്ക്ക് കണ്ണുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാണാൻ പോയി വരുമ്പോൾ അവളെന്നോട് ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞിരുന്നു. ഞാനാണ് നിന്നോടത് പറയരുതെന്ന് പറഞ്ഞത്, അവളെ വിലക്കിയത്. നിനക്കിഷ്ടപ്പെട്ടല്ലോ. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് കരുതി. ഇത് ഇങ്ങനത്തെ ഒരു കുരിപ്പ് ആയിരുന്നു എനിക്കറിയോ? ആ വാക്കുകൾ കേട്ടപ്പോൾ ഷാഫിയുടെ സമനില തെറ്റിയെങ്കിലും ഉമ്മയാണ് എന്ന് ഓർമ്മ വന്നോടെ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു, നിങ്ങൾക്കൊന്നും മക്കളോടൊരു കടമയില്ലല്ലോ അല്ലേ? ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതിനെ എനിക്ക് പിടിച്ചു തരിക എന്ന ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു ആൺകുട്ടി കല്യാണം നോക്കുമ്പോൾ അവനേക്കാൾ കൂടുതൽ അവൻ കെട്ടുന്ന പെൺകുട്ടിയെ കാണാനും സംസാരിക്കാനും കഴിയുന്നത് അവൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ്. അവർക്ക് ആ ബോധമില്ലെങ്കിൽ എൻ്റെ അവസ്ഥ തന്നെയായിരിക്കും ഇതുപോലെയുള്ള മറ്റുള്ള വീട്ടിലെ പയ്യന്മാർക്കും. എന്നിട്ട് പെൺകുട്ടിക്ക് വല്ല കുഴപ്പവുമുണ്ടെങ്കിൽ കുറ്റം പറയാൻ നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും മുന്നിൽ സൊഫിലുണ്ടാവുന്നത്. ഷാഫിയുടെ കുന്തമനയുള്ള ആ കുറ്റപ്പെടുത്തലുകൾ ശരിയാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആരുമൊന്നും മിണ്ടിയില്ല. ഷാഫി തുടർന്നു, നാളെ അവരുടെ മഹലിൽ പോയി സംസാരിക്കാൻ ഉപ്പയും കാക്കമാരും പോകണം. കാര്യങ്ങൾ സംസാരിച്ചു വന്നിട്ട് അറിയിക്കൂ. ഒഴിവാക്കാനല്ലാത്ത ഒറ്റൊരൊത്തു തീർപ്പിന് ഞാൻ റെഡിയല്ലെന്ന് അറിയിച്ചു വന്നാൽ മതി. കൂടുതൽ വൈകാതെ എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയതും ഷാഫി കുറച്ചു നേരം കൂടി അവിടെ അങ്ങനെ ഇരുന്നു. ഷാഫി കുറച്ചു നേരം കൂടി അവിടെ അങ്ങനെ ഇരുന്ന് നേരം ഒരുപാടായെന്ന് തോന്നിയപ്പോൾ എഴുന്നേറ്റ് മുഖം കഴുകി റൂമിലേക്ക് ചെന്നു. കെട്ടാൻ പോകുന്ന പെണ്ണിനു വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കുകയും അവസാനം അവൾക്ക് മാത്രമായി ഒരായുസ് കൊണ്ട് ഒറ്റക്കേറ്റി നടന്ന സ്വപ്നങ്ങളിറക്കാൻ ചെന്നപ്പോൾ കണ്ട നിമിഷങ്ങളോർത്ത് വിതുമ്പിക്കരയാനാവാതെ നിൽക്കുന്ന
ഷാഫി എന്ന വെറും മനുഷ്യനെ നോക്കാനാവാതെ മണിയറ തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു. കൈകൾ രണ്ടും പിറകിൽ കെട്ടി നിശബ്ദതയോടെ ഷാഫിയുടെ ഹൃദയമിടിപ്പ് മാത്രമുള്ള ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഷാഫി ദുഃഖങ്ങൾ മായ്ച്ചും കൊണ്ടിരുന്നു. പരീക്ഷണങ്ങളിറങ്ങിയ ആ മുറിയിൽ ഒറ്റക്കായവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്കാരുമില്ലെങ്കിലും നിന്റെ യജമാനനായ ഞാനുണ്ടെന്ന് ഉറപ്പ് തന്ന വധൂതായ റബ്ബിനോട് മനസ്സിൽ മന്ത്രിച്ചു. ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും ആരും മോഹിക്കുന്ന സൗകര്യങ്ങളും എനിക്ക് നൽകിയ എൻ്റെ നാഥ, എന്നെ നീ കൂടുതൽ സങ്കടങ്ങളിലേക്ക് എത്തിക്കാതെ എല്ലാം നേരിടാനുള്ള ക്ഷമയും സാഹചര്യങ്ങളും നൽകണേ എന്ന് പ്രാർത്ഥിച്ചതും ജീവിതത്തിൽ കരഞ്ഞതെന്നാണെന്ന് പോലും ഓർമ്മയില്ലാത്ത ഷാഫിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. മണിയറയിൽ തങ്ങി നിൽക്കുന്ന ഫെബിനയുടെ പെർഫ്യൂമിൻ്റെ മണം വെറുപ്പിൻ്റെ മണമായി അനുഭവപ്പെട്ടതും കണ്ണുകൾ തുടച്ച് എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഉമ്മ വാതിലിൽ മുട്ടി തുറക്കാൻ പറഞ്ഞത്.